TDM നവീൻ ബാബുവിന്റെ മരണത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് PV അൻവർ MLA. പി ശശിയുടെ ബിനാമിയാണ് PP ദിവ്യയുടെ ഭർത്താവ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പി ശശി നിർബന്ധിക്കുന്നു എന്ന് നവീൻ ബാബു അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും കേസിൽ കക്ഷി ചേരുമെന്നും PV അൻവർ പ്രതികരിച്ചു. പക്ഷേ പി ശശിയുടെ കാര്യം കേരളം വളരെ സൂക്ഷ്മമായി അത് നിരീക്ഷിച്ചാൽ നട്ടോറിയസ് ക്രിമിനലിസം തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ നടക്കുന്നത്. ശശിയുമായി ബന്ധപ്പെട്ട മറ്റു രഹസ്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയുമായിരുന്നു. നിയമവിധേയമല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും പി ശശി ഉൾപ്പെടെയുള്ളവർ നിർബന്ധിക്കുന്നു. പറ്റാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു കൊടുത്തു, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോരുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ അടുപ്പമുള്ളവരോടും കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് തന്നെ പി ശശിയുടെ കരങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ ബിനാമിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് എന്ന് പറയുന്ന അപ്ലിക്കൻ്റ് ഓഫ് ദിസ് പെട്രോൾ പമ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോർമൽ കേസിലാണെങ്കിൽ പോലും ഇത് സയന്റിഫിക് ടെസ്റ്റിന് അയക്കും. ഇദ്ദേഹം വല്ല വിഷവും കഴിച്ചിരുന്നോ, ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ വല്ല വിഷവും ആരെയും കുത്തിവെച്ചിട്ടുണ്ടോ, മരണകാരണം ഈ ഹാങ്ങിങ് മാത്രമാണോ, അതല്ല വിഷം കുത്തിവെച്ച് അദ്ദേഹത്തെ കൊന്നതിന് ശേഷം തൂക്കി കെട്ടിയതാണോ? ഇതൊരു നോർമൽ ഇന്റഗ്രേഷനിൽ നടക്കുന്ന കാര്യമാണ്. ഒന്നും ചെയ്തിട്ടില്ല. അതിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. അതിൽ ഇപ്പോൾ ഈ കേസിൽ കക്ഷി ചേരുമെന്നാണോ അൻവർ പറയുന്നത്? ഹൈക്കോടതിയിലുള്ള കേസിൽ കക്ഷി ചേരുമെന്നാണ് അൻവർ പറയുന്നത്. ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ മരണവും അത് കഴിഞ്ഞുള്ള ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തുന്നുണ്ട്. ഇതിൽ പ്രധാനം ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പോലീസ് കള്ളക്കളി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നേരത്തെ അൻവറിൻ്റെ വാചകങ്ങൾ കേട്ടതുപോലെ തന്നെ ചെറിയൊരു കയർ ഉപയോഗിച്ചതായാണ് കാണുന്നത്. അതിന് 1/2 സെൻറ്റിമീറ്റർ മാത്രമേ വീതിയുള്ളൂ. ആ നിലയിലുള്ള ഒരു കയർ ഉപയോഗിച്ച് ഇത്രയും ഭാരമുള്ള നവീൻ ബാബു എങ്ങനെ മണിക്കൂറുകളോളം ആ കയറിൽ കിടന്നു എന്നാണ് ഇവർ പറയുന്നത്. സാധാരണഗതിയിൽ ആ ഭാരം ഉണ്ടെങ്കിൽ ആ കയർ അത്രമാത്രം വീതിയുള്ള ഒരു കയർ പൊട്ടി വീഴേണ്ടതല്ലേ, പ്ലാസ്റ്റിക് കയർ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ഒപ്പം തന്നെ കഴുത്തിൽ മുറിവ് കൂടി വരേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നില്ല. മലമൂത്ര വിസർജനം ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകളില്ല. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിൽ അസ്വാഭാവികതയും ദുരൂഹതയും ഉണ്ട് എന്ന് അൻവർ വാദിക്കുന്നു. ഒപ്പം കുടുംബത്തെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയോ കുടുംബത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ട, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലെ ദുരൂഹത സംബന്ധിച്ചുള്ള അൻവറിൻ്റെ വാദമുഖങ്ങൾ. ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പങ്ക് ഇത് മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന ആവശ്യം അൻവർ മുന്നിൽ വെക്കുകയാണ്. നവീൻ ബാബു പലപ്പോഴായി അടുപ്പക്കാരോടും ഭാര്യയോടുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പി ശശി അനധികൃതമായ കാര്യങ്ങളിൽ തന്നെ നിർബന്ധിക്കുന്നുണ്ട്, പരമാവധി കാര്യങ്ങൾ താൻ പി ശശിക്കായി ചെയ്തു കൊടുത്തു, പക്ഷേ വീണ്ടും നിർബന്ധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, താൻ മടങ്ങി വരികയാണെന്ന് അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു അത്രേ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പി ശശിയുടെ പങ്ക് അന്വേഷിക്കാതെ പോകുന്നത്? ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ദിവ്യയുടെ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെ ഭർത്താവ് പി ശശിയുടെ ബിനാമിയാണ്. ആ നിലയ്ക്കുള്ള അന്വേഷണം കൂടി നടക്കണം. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസിൽ കക്ഷി ചേരാനുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അൻവർ ഇന്ന് വ്യക്തമാക്കിയത് ദില്ലിയിൽ. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ.